ബിഗ് ബോസ് മലയാളം സീസൺ 7 ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത ആൾക്കാർ തന്നെ അതേ വ്യക്തിയെ വീണ്ടും ഇമ്മ്യൂണിറ്റി പവറിന് കൊടുക്കാൻ വേണ്ടി വാദിച്ച് പൊക്കിപ്പിടിച്ച ഇവരെയൊക്കെ ഗെയിമർ എന്ന് വിളിക്കുന്നതിനെക്കാളും സത്യം പറഞ്ഞാലുണ്ടല്ലോ, തെങ്ങിൻ്റെ ഓലയുണ്ടല്ലോ, ഓല വെട്ടിയിട്ട് അടിക്കണം അല്ലേ? ഇവരെ എങ്ങനെയാണ് ഗെയിമർ എന്ന് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ. ഷാനവാസ്, അനു, ബിന്നി, നെവിൻ, നൂറ പിന്നെ കൂട്ടണ്ട, നൂറയുടെ ബേബി ആണല്ലോ, ബേബിക്ക് മാത്രമേ നൂറ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ ഷാനവാസും അനുമോളും അതുപോലെ ഈ നെവിനും ബിന്നിയൊക്കെ എന്തിന് ആദിലെ ഇവിടെ സപ്പോർട്ട് ചെയ്തു? ആദിലേക്ക് ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തിന് ഇവർ വാദിച്ചു അല്ലേ? അത് ഭയങ്കര മോശമായി പോയിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഷാനവാസിനെയും ഇഷ്ടമാണ്, അതുപോലെ അനുമോളെ ഇഷ്ടമാണ്, ഇവരെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്, അനീഷിനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ കാണിച്ചത് പക്കാ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞാൽ പക്കാ ഗ്രൂപ്പിസം. ആദിലെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചൊരു പക്കാ ഗ്രൂപ്പിസമാണ് ഇന്നലെ ലാലേട്ടൻ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത്, ലാലേട്ടനും ബിഗ് ബോസ് ടീമും അല്ലേ? അനീഷും അവിടെ പൊളിച്ചടിക്കുന്നതാണല്ലോ പറയുക. അനീഷ് എണ്ണിച്ചെന്ന് പറയുന്നുണ്ട്, ഇവര് ഒരാളെ സേവ് ചെയ്യാൻ വേണ്ടി കാണിച്ച ഗ്രൂപ്പിസം, പക്ക ഗ്രൂപ്പിസമാണ് ലാലേട്ട എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് കാര്യം തന്നെയാണ്. ഇവര് തന്നെയാണ് ഈ ആദിലെ നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് വിട്ടത്. ലാലേട്ടൻ അവിടെ പറയുന്നുണ്ട്, പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലും കഴിഞ്ഞ ദിവസങ്ങളിലെ ടാസ്കിന്റെ അടിസ്ഥാനത്തിലുമാണ് തെരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ പെർഫോമൻസ് മോശമാണ്, ടാസ്ക് അവിടെ കാഴ്ചവെച്ചതെല്ലാം മോശമാണെന്ന് പറഞ്ഞിട്ട് ഇതേ ആൾക്കാർ ആദിലെ നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി, ഇമ്മ്യൂണിറ്റി കാർഡിന് വേണ്ടിയിട്ട് ഇവർക്ക് ആദിലെ സപ്പോർട്ട് ചെയ്ത് വാദിക്കുന്നു. എന്തുവാടേ, എന്തൊരു ഗെയിമറുടെ എന്തൊരു ഗെയിമിംഗ് ആണ് ഇവരെ അല്ലേ? സത്യം പറഞ്ഞാൽ ഇവരൊരു ഗ്രൂപ്പിസം ഉണ്ടല്ലോ, ഇവിടെ നല്ല രീതിയിൽ ഇവരെ ഗ്രൂപ്പിസം വെളി വന്നിട്ടുണ്ട് ആദിലെ സേവ് ചെയ്യാനെ കൊണ്ട്. എനിക്ക് തോന്നുന്നു അനീഷിനോട് കാണിച്ച കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഫിസിക്കൽ അസാൾട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തെറി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ ഈ ആദിലെ നെഗറ്റീവ് ആയെന്ന് ഇവർക്ക് തോന്നിയിട്ടുണ്ട്. ഷാനവാസ് ഇപ്പം കളിക്കുന്ന കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് നെഗറ്റീവ് ഉണ്ടാവുന്ന രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു പെങ്ങള് കുട്ടി കാർഡ് ഷാനവാസ് വിട്ടില്ലെങ്കിൽ, എനിക്ക് സത്യം പറഞ്ഞാൽ ഷാനവാസിന് ഇഷ്ടമാണ്, പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു പെങ്ങള് കുട്ടി കാർഡ് ഷാനവാസ് വിട്ട് കളിച്ചില്ലെങ്കിൽ, ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ ഷാനവാസിന് നല്ലത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഷാനവാസും നെഗറ്റീവ് ആവും, താഴോട്ട് പോവും, അതിലൊരു സംശയമില്ല. ആദിലെ കൂട്ടുപിടിച്ച് പെങ്ങള് കുട്ടി കാർഡ് ഇറക്കി കളിക്കുവാണ് ഇപ്പോൾ ഷാനവാസ് ചെയ്യുന്നത്. കാരണം ആദിലെ ഇവിടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാനവാസും അതുപോലെ നൂറയും കൂടെ ഈ ഒരു കളി കളിച്ചത്. കാരണം അനീഷിന് മേലെ ചെയ്തിട്ടുള്ള ഫിസിക്കൽ അസാൾട്ട് ഇതൊക്കെ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആദിലെ പറഞ്ഞ് ജയിലിലേക്ക് അങ്ങ് വിട്ടു. എന്നിട്ട് അവിടെ പ്രശ്നം സോൾവ് ചെയ്തെന്ന് കണ്ടപ്പോഴത്തേക്ക് അവരെങ്ങനെ ആവില്ല, അവർ രണ്ടും ജയിലിൽ പോയി അവിടെ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്ത് ആ പ്രശ്നം സോൾവ് ആവും. അപ്പം പിന്നെ മറ്റുള്ളവർക്ക് പ്രശ്നമില്ലല്ലോ, ബിഗ് ബോസ് ടീമിനും ജനങ്ങൾക്കും പ്രശ്നമില്ല, അവർ ഹാപ്പിയായി, അവർ ഒന്നിച്ചു എന്ന് അങ്ങനെ കാണും. അപ്പം നെഗറ്റീവ് അവിടെ മാറ്റിയെടുത്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് അപ്പം ഇത്രയും നെഗറ്റീവായൊരു വ്യക്തി എങ്ങനെ പോയാലും പുറത്തു പോകുമെന്ന് ഇവർക്കറിയാം, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ആദിലെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു നാടകം, ഇവർ ക്രിയേറ്റ് ചെയ്തൊരു നാടകം തന്നെയാണ് ഈ ഒരു ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കേണ്ടത്. അതിലും എത്രയോ ഡിസർവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ അല്ലേ? നല്ല രീതിയിൽ ടാസ്ക് കളിച്ച്, നല്ല രീതിയിൽ അവിടുത്തെ ഗെയിം കളിച്ച് മുമ്പോട്ട് പോയി ഒരുപാട് ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് അവരെ പേര് പറഞ്ഞില്ല? അപ്പോൾ ആദിലെ പോകുമെന്ന് പേടിച്ചിട്ടാണ് ഇവിടെ ഷാനവാസും നൂറായും എല്ലാവരും കൂടെ ആദിലേക്ക് ഈ ഒരു കാർഡ് കൊടുക്കാൻ പ്ലാൻ ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനോടൊക്കെ കാണിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത്രയും ദ്രോഹം അനീഷിനോട് ചെയ്തിട്ട് ഈ ഷാനവാസ് എന്തിന് ഈ ആദിലേക്ക് വേണ്ടിയിട്ട് വാദിച്ചു എന്ന് ആണ് ഞാൻ ആലോചിക്കുന്നത്. ഭയങ്കര ഫ്രണ്ടാണ്, എൻ്റെ ഭയങ്കര ഫ്രണ്ടാണ്, നമ്മുടെ മുമ്പിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഈ ഷാനവാസ്, ഈ ആദിലെ ഇത്രയും ദ്രോഹം അനീഷിനോട് ചെയ്തിട്ട് ഈ ഷാനവാസ് എന്തിന് ഇവിടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ആദിലെ സപ്പോർട്ട് ചെയ്തു എന്നാണ് എനിക്ക് എൻ്റെ ഒരു ചോദ്യം. ഭയങ്കര മോശമായി പോയി കേട്ടോ, ഭയങ്കര മോശമായി. കാരണം ഇപ്പോൾ ഓൾറെഡി ബിന്നി സേവ് ആയിട്ടുണ്ട്, ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി കാർഡ് കിട്ടി സേവ് ആയിട്ടുണ്ട്. അപ്പം ഇനിയും ഒട്ടും ഡിസർവ് അല്ലാത്ത ഒരാൾക്കും കൂടെ കിട്ടുമ്പോഴത്തേക്ക്, ഈ ആദിലെ പോലത്തുള്ള ആൾക്ക് കിട്ടുമ്പോഴത്തേക്ക് അവിടെ ഡിസർവ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ പുറത്തു പോവുകയാണ്, അല്ലാതുള്ള ആൾക്കാർ അവിടെ സേവ് ആണ്. ഇപ്പം തന്നെ ജിഷൻ ഔട്ടാവുന്നെന്ന് പറയുന്നുണ്ട്. ജിഷൻ ഔട്ടാണ്, അതല്ല അഭിലാഷ് ഔട്ടാണ്. അപ്പം ഈ ജിഷൻ സത്യം പറഞ്ഞാൽ ഈ സാബുമാനെയൊക്കെ കാലം എത്രയോ ഭേദമായിരുന്നു ഈ ജിഷൻ അല്ലേ? അവിടെ കാര്യം സംസാരിക്കേണ്ട സ്ഥലത്ത് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയേണ്ടടുത്ത് എടുക്കുന്നുണ്ട്, ടാസ്ക് കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഗെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന ജിഷൻ ഔട്ടായതിൻ്റെ സ്ഥാനത്ത് സാബുമാനായിരുന്നു ഔട്ടാവേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർ പുറത്തു വരികയും ഒട്ടും ഡിസർവ് അല്ലാത്ത ആൾക്കാർ, ചിലപ്പോൾ സാബുമാൻ ഈ പറഞ്ഞിട്ടുള്ള
പുള്ളിയുടെ ജെന്യൂൻ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കാം, നല്ല ക്യാരക്ടർ ആയിരിക്കാം. പക്ഷേ അത് ജനങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ചെന്ന് വെറുതെ ഇരിക്കുക, ഗെയിം കളിക്കാതിരിക്കുക, ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക, അഭിപ്രായം പറയാൻ ഒന്നിലും പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തിയെ ജനങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പുള്ളി ജെന്യൂൻ ആയിരിക്കാം, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമുക്ക് വേണ്ടുന്ന എന്താണ്? ജനങ്ങൾക്ക് വേണ്ടുന്ന എന്താണ്? ജനങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക, ജനങ്ങളെ മൈൻഡ് അനുസരിച്ച് കളിക്കുക, ജനങ്ങളുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ നേടിയെടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഈ കഴിഞ്ഞ നോമിനേഷനിൽ തന്നെ ഈ സാബുമാനെയൊക്കെ നോമിനേറ്റ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഡിസർവിങ് ആയിട്ടുള്ള അഭിലാഷിൻ്റെ കാര്യം. പിന്നെ അഭിലാഷൊക്കെ എനിക്ക് തോന്നുന്നു അഭിലാഷിനൊക്കെ വോട്ട് കുറവായിരുന്നു. പക്ഷെ ജിഷനൊക്കെ പോകാനുള്ള കാരണം തന്നെ ഈ ഒരു കാരണമാണ്. ഇപ്പോൾ ഒട്ടും ഡിസർവ് അല്ലാത്ത ഈ സാബുമാനെയൊക്കെ അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് മാത്രമാണ് ഈ ജിഷനൊക്കെ ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. ഇനി പോകേണ്ട ആൾക്കാർ ഇനിയുണ്ട്, ആ വീട്ടിൽ പോകേണ്ട ആൾക്കാർ ഇനിയുണ്ട്. ലാലേട്ടൻ തന്നെ പറയുന്നത് എന്താണ്? ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഈ വട്ടം പുറത്തു പോകുന്നതെന്ന്. എനിക്ക് തോന്നുന്നു ഇവർ രണ്ടും ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ ഇന്ന് എവിക്ഷനാവും. രണ്ടുപേരും ഒരുമിച്ചായിരിക്കും പുറത്തോട്ട് വരുന്നത് കേട്ടോ, ഇങ്ങനെയാണ് തോന്നുന്നത്. അപ്പം ഇവിടെ ഈ ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുത്തത് സത്യം പറഞ്ഞുണ്ടല്ലോ ലാലേട്ടൻ പൊളിച്ചടിക്കുന്ന വേണമെങ്കിൽ പറയാം. ബിഗ് ബോസ് ടീമും ലാലേട്ടനും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിലവിടെ ഭയങ്കര സന്തോഷത്തോടെ അങ്ങ് ഇരിക്കുക. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ പറയുന്നുണ്ട്, ജലദോഷവും പനിയും പിടിച്ചിരുന്ന നമ്മളെ സ്പൈക്കുട്ടന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കും. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ലാലേട്ടൻ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യൂ, ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് പോയല്ലോ. അപ്പോൾ അതിലെ സെലക്ട് ചെയ്ത സമയത്ത് എനിക്കൊന്നും ലാലേട്ടൻ മനസ്സിൽ പറഞ്ഞാണ് ഇതിലും നല്ലത് വല്ല കുഴി കുത്തി ആ കുഴിയിലോട്ടങ്ങാണ് ഇടുന്നതാണ്, അല്ലെങ്കിൽ വല്ല പട്ടിക്കെങ്ങാണ് കൊടുക്കുന്നതാണ് നല്ലതെന്ന് ലാലേട്ടൻ മനസ്സിൽ വിചാരിച്ച് കാണും കേട്ടോ. എന്നിട്ട് ലാലേട്ടൻ വന്നിട്ട് അപ്പം ഈ ആതിലെ ഭയങ്കര സന്തോഷത്തോടെ ഇമ്മ്യൂണിറ്റി കാർഡ് കിട്ടി, ഇനി ഞാൻ സേവ് ആയല്ലോ എന്ന സന്തോഷത്തോടെ ഇരുന്നപ്പോഴത്തേക്കാണ് ലാലേട്ടൻ വന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് ഈ ആതിലേക്ക് ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കുന്നത് അല്ലേ? എന്തർത്ഥത്തിലാണ് ഇത്? സത്യം പറഞ്ഞുണ്ടല്ലോ, അത് ആതിലേക്ക് കിട്ടിയായിരുന്നെങ്കിൽ പ്രേക്ഷകർ ഒന്നടങ്കം ഇളകിയേനെ കേട്ടോ, ഒന്നടങ്കം ഇളകിയേനെ. ലാലേട്ടനെയും കുറ്റം പറഞ്ഞേനെ, ബിഗ് ബോസിനെയും കുറ്റം പറഞ്ഞേനെ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഷാനവാസും നെഗറ്റീവായി, ഓൾറെഡി ഇപ്പം നെഗറ്റീവായി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഷാനവാസിനെ ഇപ്പം എനിക്കും ഇഷ്ടമാണ്. ഇത് കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് പറയും അനീഷിൻ്റെ പി ആർ വന്ന്, അല്ലെങ്കിൽ അനുമോടെ പി ആർ വന്ന്, ഇന്നാളെ പി ആർ വന്ന്. എനിക്ക് ഷാനവാസിനെയും ഇഷ്ടമാണ്, അനുമോളെയും ഇഷ്ടമാണ്, അനീഷിനെയും ഇഷ്ടമാണ്. ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ ചില സമയത്ത് ഇവരെ ഞാൻ പറഞ്ഞല്ലോ ഇൻഡിവിജ്വലായിട്ട് കളിക്കണം. ഒറ്റയ്ക്ക് കളിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് നെഗറ്റീവ്. ഷാനവാസ് ഇവിടെ നെഗറ്റീവ് ആയിക്കൊണ്ടേ ഇരിക്കുവാണ്. അത് ഷാനവാസിന് എന്തുകൊണ്ട് ഈ ഷാനവാസ് ആദിലെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനോട് ഇത്രയും ദ്രോഹം ചെയ്ത ഒരു വ്യക്തിയോട് ഇത്രയും സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ഒരു പെങ്ങളുകുട്ടി കാർഡ് അവിടെ വെക്കുന്നിടത്തോളം കാലം ഷാനവാസിന് നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഞാൻ വിചാരിച്ചു നൂറയെ ലാലേട്ടൻ പൊരിക്കുമെന്ന് കേട്ടോ. കാരണം നൂറ അനീഷ് ആ ടാസ്കിൻ്റെ ഇടയ്ക്ക് അനീഷിൻ്റെ അവിടെ വന്നിട്ട് ബോട്ടിൽ തട്ടിക്കളയുന്നു, അതിൻ്റെ മണ്ടയിൽ കയറി ഇരിക്കുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു ഇത് പ്രവൃത്തി നൂറ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ലാലേട്ടൻ പൊരിക്കുന്നു. പക്ഷേ ഇതൊന്നും ചോദിച്ചില്ല, ഈ ആദ്യം എടുത്തും നൂറ എടുത്തതിനെ പറ്റിയിട്ടൊന്നും ചോദിച്ചില്ല. നല്ല രീതിയിൽ തലോടി അവിടെ ഇരുത്തിയതേ ഉള്ളൂ കേട്ടോ. കാരണം മറ്റുള്ള ആൾക്കാരടുത്തും കൂടെ ചോദിക്കുമ്പോഴത്തേക്ക് ഇവരെടുത്തും അതേ രീതി ചോദിക്കണമായിരുന്നു. ഫേവറിസം, എനിക്ക് ചെറിയൊരു ഫേവറിസം എനിക്ക് തോന്നി കേട്ടോ. കാരണം അനീഷിനോട് ചോദിച്ചതൊക്കെ വേറൊരു രീതിയിൽ, ഇവരുടെ അടുത്ത് ചോദിച്ചത് വേറൊരു രീതിയിൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ എണ്ണീശി നിന്നിട്ട് പക്ക ഗ്രൂപ്പിസം, ഒരാളെ സേവ് ചെയ്യാനെ കൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടി മാത്രം കളിക്കുന്ന പക്ക ഗ്രൂപ്പിസം ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നൂറാടെ ഫേസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചായിരുന്നോ അതിനകത്ത്? ഇനി ഇപ്പം നോക്കിയോ, അടുത്ത വീക്ക് തൊട്ട് നൂറായും അനീഷിനെതിരെ ഗെയിം കളിക്കാൻ ഇറങ്ങും. കാരണം നൂറാക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടെ അനീഷെ എണ്ണിച്ചിന്ന് ചങ്കൂറ്റത്തോടെ ഈ ഗ്രൂപ്പിസത്തിനെ പറ്റി പറഞ്ഞത്. അങ്ങനെ വേണം. എന്തിനാ പേടിക്കുന്നത്? അവരവിടെ കാണിച്ചത് ഗ്രൂപ്പിസം തന്നെയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗ്രൂപ്പിസം തന്നെയാണ്. അപ്പം എന്തായാലും ലാസ്റ്റ് കൈ അടിക്കുന്നുണ്ട്, ഒന്ന് കണ്ണൊക്കെ തുടച്ച് കരഞ്ഞ് അങ്ങോട്ടൊക്കെ മാറി നിന്ന് കരഞ്ഞ് കണ്ണൊക്കെ തുടച്ചിട്ടാണ് കൈ അടിക്കുന്നത്. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യൂ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യൂ. അപ്പം